നമസ്കാരം. ചർച്ചയില്ല, യുദ്ധം മതിയെന്ന് ഇറാൻ യു എസ് സംഘർഷം വീണ്ടും. ഇറാൻ യു എസ് സംഘർഷം മൂർച്ഛിക്കുന്നു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ചർച്ചയല്ല, യുദ്ധം മതി എന്നുള്ള ഇറാന്റെ തീരുമാനമാണ്. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക ശീതയുദ്ധം നേരിട്ടുള്ള സായുധ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫിലും അറബിക്കടലിലും നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാന്റെ MV തൗസ്ക അടക്കമുള്ള കൂറ്റൻ എണ്ണക്കപ്പൽ US നാവികസേന സാഹസികമായിട്ട് പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണ പരമ്പര എന്ന് പറയുന്നത്. 900 അടി നീളമുള്ള ഈ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സുഷിരമുണ്ടാക്കിയാണ് USS പ്രോവൻസിലെ സൈനികർ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാന്റെ എണ്ണക്കപ്പലിൽ US നാവികസേന ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കയറുന്നതിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ അമേരിക്ക ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇറാന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയാണിത് എന്ന് അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തു. ഞായറാഴ്ച നടന്ന സാഹസികമായിട്ടുള്ള സൈനിക നടപടിയെ പുതിയ ചിത്രങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. USS പ്രോവൻസിലെ സൈനികർ ഇറാൻ പതാക ഏന്തിയ MV തൗസ്ക് എന്ന കപ്പലിനെ നിരവധി മുന്നറിയിപ്പുകൾക്ക് ശേഷം തടയുന്ന കാഴ്ച. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇതിന് ബദലായി കുറിച്ചു വെച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഏതാണ്ട് 900 അടി നീളമുള്ള ഒരു വിമാനവാഹിനി കപ്പലിനോളം ഭാരമുള്ള തൗസ്ക് എന്ന ഇറാനിയൻ ചരക്ക് കപ്പൽ നമ്മുടെ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് അവർക്ക് അത്ര നന്നായി കലാശിച്ചില്ല. ഇറാനിയൻ ജീവനക്കാർ മുന്നറിയിപ്പുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിനാൽ നമ്മുടെ നാവികസേന കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സുഷിരമുണ്ടാക്കി അവരെ തടഞ്ഞു. ഇപ്പോൾ കപ്പൽ US മറൈനുകളുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളത്. മുൻപും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ തൗസ്കയ്ക്ക് US ട്രഷറി ഉപരോധം നിലവിലുണ്ട് എന്നുള്ളതാണ്. കപ്പലിൽ എന്താണ് ഉള്ളത് എന്ന് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. US വിമാനം വെടിവെച്ചിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്ന് പ്രകോപിതനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകളോളം സഹായികളോട് ആക്രോശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യുദ്ധത്തിനിടയിൽ ശത്രുപക്ഷത്തിന്റെ ആക്രമണത്തിൽ തകരുന്ന ആദ്യത്തെ US വിമാനമായിരുന്നു ഇത്. ഏപ്രിൽ 3-ന് 2 സൈനികർ സഞ്ചരിച്ചിരുന്ന F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ വിമാനം ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതോടെയാണ് സംഘർഷം പാരമ്യത്തിലെത്തിയത്. യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ ആക്രമണത്തിൽ തകരുന്ന ആദ്യ അമേരിക്കൻ വിമാനവുമാണിത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ ട്രംപ് വല്ലാതെ അസ്വസ്ഥനായി എന്നുള്ളതാണ്. 1979 ഇറാൻ ബന്ദി പ്രതിനിധിയുടെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടിയതായിട്ട് പൈലറ്റുമാരുടെ ഉടൻ തിരിച്ചെത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം സൈന്യത്തോട് അലറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട്. എന്നാൽ ഇറാനിൽ നിലവിൽ US സേന നേരിട്ടില്ലാത്തതിനാൽ രക്ഷാ ദൗത്യം അത് അതീവ അപകടകരമായിരുന്നു എന്നുള്ളതാണ്. പൈലറ്റുമാരെയൊക്കെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിന്റെ ഓരോ നിമിഷവും ഉദ്യോഗസ്ഥർ അത് വിലയിരുത്തപ്പെടുമ്പോൾ ട്രംപിനെ ആ മുറിയിൽ പ്രവേശിക്കുവാൻ സഹായികൾ അനുവദിച്ചില്ല എന്നും ട്രംപിന്റെ അക്ഷമയും ഇടപെടലുകളും ദൗത്യത്തെ ബാധിക്കുമെന്നും ഭയന്നാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ മാത്രം വിവരങ്ങൾ ട്രംപിന് നൽകുക. ഒരു പൈലറ്റിനെ 7 മണിക്കൂറിന് ശേഷവും രണ്ടാമത്തെ ആളെ ശനിയാഴ്ച രാത്രിയുമാണ് അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം സംഭവത്തെക്കുറിച്ച് മിനിറ്റ് തികഞ്ഞുള്ള ആ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിക്കുമ്പോൾ ട്രംപിനെ ആ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏപ്രിൽ 3-ന് 2 സൈനികർ ഉണ്ടായിരുന്ന F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ വിമാനം വെടിവെച്ചിട്ടതോടെ ട്രംപ് പെന്റഗൺ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിയുകയും പൈലറ്റുമാരെ ഉടൻ തിരിച്ചയക്കണമെന്ന് അല്ലെങ്കിൽ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പൈലറ്റുമാരെ രക്ഷിക്കുവാനുള്ള അപകടകരമായിട്ടുള്ള ദൗത്യത്തിനിടയിൽ ട്രംപിന്റെ ക്ഷമ തിരിച്ചടിയാകുമെന്ന് കരുതിയാണ് അദ്ദേഹത്തെ സിറ്റുവേഷൻ റൂമിൽ നിന്നും ഒഴിവാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പകരം സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധം പക്ഷേ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. US നാവികസേന ഇറാനിയൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് തിരിച്ചടിയായിട്ട് അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താൻ ടെഹ്റാൻ പദ്ധതിയിടുന്നതോടെ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാനിയൻ കപ്പലിനെ ഞായറാഴ്ചയാണ് US സേന പിടികൂടിയത്. അമേരിക്കൻ അധിനിവേശ ശക്തികളെ നിർണായകമായിട്ട് നേരിടുവാൻ ഇറാൻ ഭരണകൂടം സജ്ജമായിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ അവസാന നിമിഷം ആക്രമണം മാറ്റിവെക്കുകയായിരുന്നു എന്നതാണ്. ഇറാന്റെ ഈ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ്. എന്നിരുന്നാലും ശരിയായ സമയത്ത് ഇസ്ലാമിക് ഇറാൻ സൈന്യം ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ സംഘർഷം കടുക്കുപോകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുത്തനെ വരുന്നു. വിതരണ ശൃംഖല തടസ്സപ്പെടുമെന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെ ബാധിക്കുന്നു.
ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ഇറാൻ ആവർത്തിക്കുമ്പോൾ തന്നെ സമുദ്രപാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സേനയെ വിന്യസിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4.74% ഉയർന്ന് ബാരലിന് $94.66 എന്ന ഡോളറിൽ എത്തിയിരിക്കുന്നു. കൂടാതെ ഇറാൻ പതാകയേന്തിയ ചരക്ക് കപ്പലിൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്ത സംഭവം അതിൽ ചൈന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാക്കുൻ ആണ് ബീജിംഗിന്റെ നിലപാട് വ്യക്തമാക്കിയത് എന്നുള്ളത്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ഉത്തരവാദിത്തപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നും വെടിനിർത്തൽ കരാർ പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെടുന്നുണ്ട്. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുവാനോ വൈരുദ്ധ്യങ്ങൾ തീവ്രമാക്കാനോ ഉള്ള നീക്കങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലെടുക്ക ഒരു അന്താരാഷ്ട്ര സമുദ്രപാതയാണ്. ഇതിലൂടെയുള്ള തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുന്നത് മേഖലയിലെ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും പൊതുവായ താല്പര്യമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സമുദ്രപാതയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൈന അന്താരാഷ്ട്ര നീക്കത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സൈനിക നീക്കങ്ങളാൽ ജാഗ്രത വേണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇറാൻ US സംഘർഷം ആഗോള എണ്ണ വിപണിയെയും ഊർജ സംരക്ഷണത്തെയും ഒക്കെ അല്ലെങ്കിൽ ഊർജ സുരക്ഷയും ഒക്കെ ബാധിക്കുമെന്നുള്ള കാര്യം അത് ചൈന ആശങ്കയായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അമേരിക്കയുമായിട്ടുള്ള 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. അടുത്ത ഘട്ട ചർച്ചകൾക്കായിട്ട് തങ്ങൾ യാതൊരു പദ്ധതികളും ഇല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അടക്കം പറയുമ്പോൾ ചർച്ചകൾ വേണ്ട, പകരം യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് നയതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് നാവിക ഉപരോധം തുടരുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നടപടിയിൽ ആത്മാർത്ഥതയില്ല എന്ന് ബഗായി ആരോപിക്കുന്നുണ്ട്. ലബനനിൽ അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായിട്ടും ഇറാൻ കുറ്റപ്പെടുത്തുകയാണ്. ചർച്ചകൾ തുടരണോ എന്ന കാര്യത്തിൽ ഉചിതമായ സമയത്ത് മാത്രമായിരിക്കും ഒരു തീരുമാനമെടുക്കുക എന്നും നിലവിൽ അത്തരം ആലോചനകളില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇന്ന് നടക്കേണ്ടിയിരുന്ന പല ചർച്ചകൾ പോലും നടക്കാതായി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ പുതിയ ഘട്ട ചർച്ചകൾ നടക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനായിട്ട് US പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ എത്തിച്ചേരുകയും ചെയ്തു. പക്ഷെ അവസാന നിമിഷം ഇറാൻ പിന്മാറുന്നു. ഇറാന്റെ ഈ കടുത്ത നിലപാട് എന്ന് പറയുന്നത് സമാധാന പ്രക്രിയയെ പൂർണ്ണമായിട്ടും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. സംഘർഷം എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു സമാധാന ചർച്ചകൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇറാൻ പറയുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇനിയില്ല, യുദ്ധം മതി എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അവിടെ ഇറാൻ US സംഘർഷം വീണ്ടും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്നത്.